അസ്സലാമു അലൈക്കും. ഈ സമയത്ത് സുൽത്താൻ മുറാദ് യൂറോപ്യൻ ശക്തികളെ തകർത്തെങ്കിലും അനട്ടോളിയയിലെ തുർക്കി ഗോത്രങ്ങൾ ഓട്ടോമന്മാരുടെ ഈ വർദ്ധിച്ചുവരുന്ന ശക്തിയെക്കുറിച്ച് വളരെയധികം ഭയപ്പെട്ടിരുന്നു. അനട്ടോളിയയിൽ സെൽജുക് സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ അവകാശികളായി അവർ സ്വയം കണക്കാക്കി. അനട്ടോളിയയിലേക്ക് തന്റെ ശ്രദ്ധ തിരിക്കാൻ സുൽത്താൻ മുറാദിനെ പ്രേരിപ്പിച്ച ഏറ്റവും ശക്തമായ തുർക്കി ഗോത്രമായിരുന്നു കാരാമാൻ. ഇഷ്ടമില്ലാതെയാണെങ്കിൽ പോലും സുൽത്താൻ മുറാദിന് തന്റെ തുർക്കി സഹോദരങ്ങൾക്കെതിരെ വാളെടുക്കേണ്ടി വന്നു. ഓട്ടോമാൻ സാമ്രാജ്യവും കാരാമാൻ ഗോത്രവും തമ്മിൽ നടന്ന രക്തരൂക്ഷിതമായ യുദ്ധത്തെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളോട് പറയും. യൂറോപ്പിലെ യുദ്ധങ്ങൾ അവസാനിച്ചപ്പോൾ സുൽത്താൻ മുറാദ് തന്റെ ശ്രദ്ധ അനട്ടോളിയയിലെ മറ്റു തുർക്കി ഗോത്രങ്ങളിലേക്ക് തിരിച്ചു. 13ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അനട്ടോളിയയിലെ സെൽജിക് സാമ്രാജ്യം തകർന്നപ്പോൾ അതിന്റെ തകർച്ചയ്ക്ക് ശേഷം ഏജിയൻ കടൽ മുതൽ പടിഞ്ഞാറ് വരെ തുർക്കി ഗോത്രത്തലവന്മാരുടെ സ്വതന്ത്ര രാജ്യങ്ങളുണ്ടായിരുന്നു. ഇവയിൽ ഖർമിയാൻ, കാരാമാൻ, ജാന്ദാർ, തക്കെ, ഹമീദ്, ബനു ആർത്തി, ബനു റമദാൻ, ബനൂസു അൽഖദർ എന്നീ ഗോത്രങ്ങൾ ഉൾപ്പെടുന്നു. ഇവർ തമ്മിൽ ഇടയ്ക്കിടെ ഏറ്റുമുട്ടലുകൾ നടന്നിരുന്നു. അതിനാൽ അവർ പരസ്പരം വാളെടുക്കാൻ മടിച്ചില്ല. തുടക്കത്തിൽ ഓട്ടോമാൻ ഗോത്രം ഈ മറ്റു തുർക്കി ഗോത്രങ്ങളെ അപേക്ഷിച്ച് വളരെ ചെറിയ ഒരു ഗോത്രമായിരുന്നു. എന്നാൽ സുൽത്താൻ മുറാദ് ഒന്നാമന്റെ ഭരണകാലമായപ്പോഴേക്കും ഓട്ടോമാൻ ഗോത്രം അനട്ടോളിയയിലെ ഒരു ചെറിയ ഗോത്രമായിരുന്നില്ല. സുൽത്താൻ മുറാദ് ഒന്നാമൻ തന്റെ കഴിവിന്റെയും ശേഷിയുടെയും അടിസ്ഥാനത്തിൽ ഈ ചെറിയ ഓട്ടോമാൻ ഗോത്രത്തിന്റെ അതിർത്തികൾ അനട്ടോളിയയിൽ നിന്ന് യൂറോപ്പിലേക്ക് വികസിപ്പിച്ചു. ഇപ്പോൾ ഓട്ടോമന്മാർ യൂറോപ്പിലെ വിശാലമായ പ്രദേശങ്ങളുടെ അധിപന്മാരായിരുന്നു. അതുകൊണ്ട് ഓട്ടോമൻ ഗോത്രം മറ്റു തുർക്കി ഗോത്രങ്ങളെ അപേക്ഷിച്ച് ഈ പ്രദേശത്തിലെ ഏറ്റവും ശക്തമായ കുടുംബമായി മാറി. 1370കളുടെ തുടക്കത്തിൽ കോൺസ്റ്റാന്റിനോപ്പിളിലെ സെൽജുക് ഭരണകൂടത്തിന്റെ പാരമ്പര്യമായി സ്വയം കണക്കാക്കിയിരുന്ന കാരാമാൻ ഗോത്രം അനട്ടോളിയയിലെ ഏറ്റവും ശക്തമായ തുർക്കി ഗോത്രമായി സ്വയം കണക്കാക്കി. ദുർബലരായ തന്റെ അയൽക്കാർക്കെതിരെ അവർ പുതിയൊരു പരമ്പര യുദ്ധങ്ങൾ ആരംഭിച്ചു. ഇതിന്റെ പ്രധാന ലക്ഷ്യം ബനു ആർത്തി, ഖർമിയാൻ, ബനു ഹവീദ് എന്നിവരായിരുന്നു. കാരാമാന്മാരുടെ തുടർച്ചയായ ആക്രമണങ്ങളിൽ മടുത്ത ഖർമിയാൻ ഗോത്രത്തലവൻ സുലൈമാൻ ഷാ കാരാമാന്മാരുടെ ആക്രമണങ്ങളിൽ നിന്ന് സ്വയം രക്ഷിക്കാൻ ഓട്ടോമന്മാരുമായി സഖ്യമുണ്ടാക്കണമെന്ന് ചിന്തിച്ചു. കാരണം ഓട്ടോമന്മാരുടെ ഭാവി ശോഭനമായിരുന്നു. ഈ പ്രദേശത്തിലെ ഏറ്റവും ശക്തമായ തുർക്കി ഗോത്രവും അവരായിരുന്നു. സുലൈമാൻ ഷാ തന്റെ മകൾ ഹറൂസിനെ സുൽത്താൻ മുറാദ് ഒന്നാമന്റെ മകൻ ഷസാദെ ബായിസ്ദീനുമായി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. സുലൈമാൻ ഷാ വിലയേറിയ സമ്മാനങ്ങളുമായി ഈ വിവാഹ സന്ദേശം ഓട്ടോമൻ സാമ്രാജ്യത്തിന് തലസ്ഥാനമായ അഡ്രിയാനോപ്പിളിലേക്ക് അയച്ചു. ഇതിനു പുറമെ ഖർമിയാൻ ഗോത്രത്തലവൻ ശ്രീധനുമായി തന്റെ സാമ്രാജ്യത്തിലെ വലുതും ശക്തവുമായ കോട്ടയായ കുതാഹിയെയും അതിനൊപ്പം മറ്റു 3 നഗരങ്ങളും ഷഹസാദെ ബായിസ്ദീന് നൽകാൻ തീരുമാനിച്ചു. ഈ നിർദ്ദേശം സുൽത്താൻ മുറാദ് ഒന്നാമൻ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം തന്റെ മകൻ ഷഹസാദെ ബായിസ്ദിന്റെ വിവാഹം അമീർ ഖർമിയാന്റെ മകളുമായി നടത്താൻ തീരുമാനിച്ചു. 778 ഹിജ്റ 1378 ഓട്ടോമൻ ഷസാദെ ബായിസ്ദിന്റെയും ഖർമിയാൻ ഗോത്രത്തിലെ ഹറൂസിന്റെയും വിവാഹം നടന്നു. ഹറൂസിന് ഖർമിയാൻ സാമ്രാജ്യത്തിന്റെ വലിയൊരു ഭാഗവും തന്ത്രശാസ്ത്രപരമായി വളരെ പ്രധാനപ്പെട്ട കുതാഹിയ കോട്ടയും ശ്രീധനമായി ലഭിച്ചു. ഈ പ്രദേശം ഓട്ടോമൻ സാമ്രാജ്യത്തിൽ കൂട്ടിച്ചേർത്തു. ബുർസയിൽ വളരെ ആഘോഷപൂർവ്വമായിരുന്നു വിവാഹം നടന്നത്. അനറ്റോലിയയിലെ എല്ലാ തുർക്കി രാജ്യങ്ങളുടെയും പ്രതിനിധികളും ഈജിപ്തിലെ സുൽത്താന്റെ അംബാസഡറും പങ്കെടുത്തു. അറബിലെ വേഗതയുള്ള കുതിരകളും ഗ്രീസിലെ സുന്ദരിയായ കന്യകകളും അലക്സാണ്ട്രിയയിൽ അതിശയിപ്പിക്കുന്ന പട്ടുവസ്ത്രങ്ങളും അവർ സമ്മാനങ്ങളായി കൊണ്ടുവന്നു. സ്വർണവും വെള്ളിയും നിറഞ്ഞ പെട്ടികളും ആഭരണങ്ങൾ പതിച്ച കപ്പുകളും പാത്രങ്ങളും ഉണ്ടായിരുന്നു. സുൽത്താൻ ഈ സമ്മാനങ്ങളെല്ലാം തന്റെ അതിഥികൾക്ക് വിതരണം ചെയ്തു. എന്നാൽ ഹറൂസ് നൽകിയ ഖർമിയാൻ കോട്ടകൾ സുൽത്താൻ തന്റെ കൈവശം തന്നെ വച്ചു. ഈ വിജയകരമായ വിവാഹത്തിനു ശേഷം ഖർമിയാൻ ഗോത്രത്തിന്റെ അയൽക്കാരനായ മറ്റൊരു തുർക്കി ഗോത്രത്തലവൻ ഹുസൈൻ ഓട്ടോമന്മാരുമായി സഖ്യമുണ്ടാക്കിയാൽ കാരാമാൻ അമീറിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ചിന്തിച്ചു. അതിനാൽ അദ്ദേഹം സുൽത്താൻ മുറാദ് ഒന്നാമനുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. ഈ ഉടമ്പടി പ്രകാരം അദ്ദേഹം ആഗിഷഹീർ, ലവാസിസ്, സെഡിഷഹീർ, സ്പാർട്ട പട്ടണങ്ങൾ എന്നിവ 80,000 സ്വർണ്ണ നാണയങ്ങൾക്ക് സുൽത്താൻ മുറാദ് ഒന്നാമന് വിറ്റു. ഈ പ്രദേശങ്ങൾ ഓട്ടോമൻ സാമ്രാജ്യത്തിൽ കൂട്ടിച്ചേർത്തു. അങ്ങനെ യുദ്ധം കൂടാതെ തന്നെ ഓട്ടോമന്മാർ ഖർമിയാൻ, ബനു ഹമീദ് ഗോത്രങ്ങളുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും തങ്ങളുടെ സാമ്രാജ്യത്തിൽ കൂട്ടിച്ചേർത്തു. ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും സുൽത്താൻ മുറാദ്
അനാറ്റോളിയയിൽ സമാധാനവും ക്രമസമാധാനവും നിലനിർത്താൻ ആഗ്രഹിച്ചു. ഈ ലക്ഷ്യത്തിനായി അദ്ദേഹം തന്റെ മകൾ നഫീസയെ കാരാമാൻ ഗോത്രത്തലവൻ അലാവുദ്ദീൻ ബേയുമായി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. കാരാമാന്മാരും ഒട്ടോമൻ രാജകുടുംബവും തമ്മിലുള്ള തുടക്കം മുതലുള്ള ശത്രുത അവസാനിപ്പിക്കാനാണ് സുൽത്താൻ മുറാദ് തന്റെ മകൾ നഫീസയെ അമീർ കാരാമാനുമായി വിവാഹം കഴിച്ചു നൽകിയത്. അങ്ങനെ ഏകദേശം 10 വർഷത്തോളം ഈ സന്ധി നിലനിന്നു. എന്നാൽ ഈ ഇരു പക്ഷക്കാരും അനാറ്റോളിയയിലെ തുർക്കികളുടെ നേതൃത്വത്തിന് അവകാശവാദമുന്നയിച്ചു. അങ്ങനെ തന്റെ മകളുടെ വിവാഹം അമീർ കാരാമാനുമായി നടത്തിയതിനുശേഷം സുൽത്താൻ മുറാദ് അനാറ്റോളിയയിൽ സമാധാനമായി എന്ന് ഉറപ്പുവരുത്തുകയും യൂറോപ്പിൽ തന്റെ വിജയങ്ങൾ തുടർന്നു. ബാൽക്കൻസിൽ തന്റെ സാമ്രാജ്യം കൂടുതൽ വികസിപ്പിക്കാൻ അദ്ദേഹം പദ്ധതിയിട്ടിരുന്നു. സുൽത്താൻ മുറാദ് തന്റെ സൈന്യവുമായി തലസ്ഥാനമായ അഡ്രിയാനോപ്പിൾ നഗരത്തിലേക്ക് മടങ്ങി. അവിടെ സുൽത്താൻ മുറാദ് ബൈസന്റെയിൻ ചക്രവർത്തി മാനുവൽ രണ്ടാമന്റെ കലാപം അടിച്ചുമർത്താൻ 1383 തന്റെ മന്ത്രി ജാൻഡാർലി ലിയാൽ പാഷയുടെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ അയച്ചു. ഒരു നീണ്ട ഉപരോധത്തിനുശേഷം 1387 ഓട്ടോമൻ മന്ത്രി ജാൻഡാർലി ലിയാൽ പാഷ ടെസലോണിക്ക നഗരം കീഴടക്കി ഓട്ടോമൻ സാമ്രാജ്യത്തിൽ കൂട്ടുചേർത്തു. അങ്ങനെ ബൈസന്റൈൻ സാമ്രാജ്യത്തിന് അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട നഗരവും കൂടി നഷ്ടപ്പെട്ടു. ഈ സമയം സുൽത്താൻ മുറാദ് യൂറോപ്പിൽ തന്റെ വിജയങ്ങൾ വികസിപ്പിക്കുകയായിരുന്നു. അനാറ്റോളിയയിലെ അമീർ കാരാമാൻ സുൽത്താൻ മുറാദിന്റെ അഭാവം മുതലെടുത്ത് അനാറ്റോളിയയിലെ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ നഗരമായ ബെയ്ഷഹീർ പിടിച്ചെടുത്തു. അമീർ കാരാമാന്റെ ഈ കലാപത്തെപ്പറ്റി വിവരം ലഭിച്ചപ്പോൾ സുൽത്താൻ മുറാദ് വളരെ ദേഷ്യപ്പെട്ടു. അദ്ദേഹം തന്റെ സഖ്യകക്ഷികളോട് അഡ്രിയാനോപ്പിൾ നഗരത്തിലേക്ക് സഹായത്തിനായി വരാൻ ആവശ്യപ്പെടുകയും മറ്റു സൈന്യങ്ങളോടും ഒരുമിച്ചുകൂടാൻ ഉത്തരവിടുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം അമീർ കാരാമാനെ എതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഈ യുദ്ധത്തിൽ സുൽത്താൻ മുറാദിന്റെ കൂടെ അദ്ദേഹത്തിന്റെ 2 പുത്രന്മാരായ ബായസിദ്ദം യാക്കൂബും ഉണ്ടായിരുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ മികച്ച സൈന്യാധിപനായ കാരാ ടൈമോർ ടാഷ് പാഷയും ഓട്ടോമൻ സൈന്യത്തിൽ ചേർന്നിരുന്നു. കോൺസ്റ്റന്റിനോപ്പിളിൽ നിന്ന് ചക്രവർത്തി ജോൺ അഞ്ചാമന്റെ സൈന്യവും ഈ യുദ്ധത്തിൽ സഹായിക്കാൻ അഡ്രിയാനോപ്പിളിൽ എത്തിയിരുന്നു. അങ്ങനെ സുൽത്താൻ മുറാദിന്റെ കൈവശം ഏകദേശം 40,000 മുതൽ 70,000 വരെ അംഗങ്ങളുള്ള ശക്തവും വലിയതുമായ ഒരു സൈന്യമുണ്ടായിരുന്നു. ഈ സൈന്യവും സഖ്യകക്ഷികളുമായി സുൽത്താൻ മുറാദ് പഴയ തലസ്ഥാനമായ ബുർസ നഗരത്തിലേക്ക് വേഗത്തിലെത്തി. അവിടെ അവർ ശൈത്യകാലം ചിലവഴിച്ചു. അതിനുശേഷം 1387 വസന്തകാലത്ത് അമീർ കാരാമാനെ പരാജയപ്പെടുത്താൻ തന്റെ സൈന്യവുമായി ബുർസ നഗരത്തിൽ നിന്ന് പുറപ്പെട്ടു. കുഞ്ഞയ്ക്ക് സമീപമുള്ള ഒരു മൈതാനത്ത് ഇരു തുർക്കി സൈന്യങ്ങളും നേർക്കുനേർ നിന്നു. യുദ്ധകളത്തിൽ ഓട്ടോമൻ സൈന്യത്തിന്റെ കേന്ദ്രത്തിൽ സുൽത്താൻ മുറാദ് തന്റെ സ്വകാര്യ കാവൽക്കാരോടൊപ്പമുണ്ടായിരുന്നു. സൈന്യത്തിന്റെ വലതുഭാഗത്ത് ഷഹസാദെ യാക്കൂബിന്റെ കൈവശം കുതിരപ്പടയുടെ നേതൃത്വമുണ്ടായിരുന്നു. അതേസമയം സൈന്യത്തിന്റെ ഇടതുഭാഗത്ത് ഷഹസാദെ ബായസിദ് കുതിരപ്പടയുടെ നേതാവായിരുന്നു. ഓട്ടോമൻ സൈന്യത്തിന്റെ വലതുവശത്ത് ബൈസന്റൈൻ കാലാൾപ്പടയും പടിഞ്ഞാറ് സെർബിയൻ കാലാൾപ്പടയും ഉണ്ടായിരുന്നു. ഓട്ടോമൻ സൈന്യത്തിനു മുന്നിൽ ഓട്ടോമൻ സൈന്യാധിപൻ ടൈമൂട്ടാഷ് പാഷ കാലാൾപ്പടയോടൊപ്പം നിന്നു. കാരാമാൻ സൈന്യത്തിന്റെ കേന്ദ്രത്തിൽ അലാവുദ്ദീൻ ബേ അദ്ദേഹത്തിന്റെ സൈന്യവുമായി ഉണ്ടായിരുന്നു. ഈ യുദ്ധത്തിൽ കാരാമാൻ സൈന്യത്തിന്റെ എണ്ണം ഏകദേശം 200,000 ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. യുദ്ധം ആരംഭിച്ചപ്പോൾ ഓട്ടോമൻ സൈന്യം കാരാമാന്മാരെ അതിശക്തമായി ആക്രമിച്ചു. ആക്രമണങ്ങൾ അത്രയും വേഗതയും ശക്തവുമായിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ കാരാമാൻ സൈന്യത്തിന്റെ മുന്നണി സൈന്യം ഓട്ടോമൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. കാരാമാൻ സൈന്യത്തിന്റെ നിരകൾ താറുമാറായി അവർ യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോയി. അതേസമയം കാരാമാൻ നേതാവ് അലാവുദ്ദീൻ വളരെ കഷ്ടപ്പെട്ട് ജീവൻ രക്ഷിച്ച് കൊന്യ നഗരത്തിൽ പ്രവേശിച്ചു. എന്നാൽ ഓട്ടോമൻ സൈന്യം അയാളെ പിന്തുടർന്ന് ഈ നഗരം ഉപരോധിച്ചു. ഭൂരിഭാഗം സൈനികർക്കും ഈ നഗരത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു. ഓട്ടോമൻ സൈന്യം വിമതനായ ഓട്ടോമൻ മരുമകനെ ഇല്ലാതാക്കാൻ പോകുകയായിരുന്നു. അപ്പോൾ അലാവുദ്ദീൻ ബുദ്ധിപൂർവം തന്റെ ഭാര്യയെ, അതായത് സുൽത്താൻ മുറാദ് ഒന്നാമന്റെ മകളെ തന്റെ പിതാവ് മുറാദ് ഒന്നാമനുമായി സംസാരിക്കാൻ അയച്ചു. സുൽത്താൻ മുറാദിന് വേണമെങ്കിൽ അലാവുദ്ദീനെ കൊന്ന് അയാളുടെ രാജ്യം പിടിച്ചടക്കാമായിരുന്നു. എന്നാൽ തന്റെ മകൾ നഫീസയുടെ അഭ്യർത്ഥനയിൽ അദ്ദേഹം സ്വാധീനിക്കപ്പെടുകയും അലാവുദ്ദീന്റെ തെറ്റ് ക്ഷമിച്ച് അയാളുടെ രാജ്യം തിരികെ നൽകുകയും ചെയ്തു. അലാവുദ്ദീൻ സുൽത്താൻ മുറാദിനെ തന്റെ യജമാനനായി അംഗീകരിച്ചു.
ഈ യുദ്ധത്തിൽ ഷേസാദെ ബായസീദ് തന്റെ ആക്രമണങ്ങളിലെ അതിശയിപ്പിക്കുന്ന വേഗതയും ശക്തിയും കാരണം എൽദിറം എന്ന വിളിപ്പേര് നേടി. ഈ വിജയത്തിനുശേഷം സുൽത്താൻ മുറാദ് ബുർസ നഗരത്തിലേക്ക് മടങ്ങി. ബാക്കിയുള്ള ജീവിതം വിശ്രമിക്കാനും ദൈവത്തെ ആരാധിക്കാനും അദ്ദേഹം ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് തെക്കേ രാജ്യത്തെ ആക്രമിച്ച് തന്റെ സാമ്രാജ്യത്തിൽ കൂട്ടിച്ചേർക്കാൻ അദ്ദേഹം വിസമ്മതിച്ചത്. ഈ നിർദ്ദേശം മുന്നോട്ടുവെച്ച സൈനിക ഉദ്യോഗസ്ഥനോട് അദ്ദേഹം ഇപ്രകാരം മറുപടി പറഞ്ഞു: അമീർ ടെക്കെ വളരെ ദരിദ്രനും ദുർബലനുമാണ്. അയാളുമായി യുദ്ധം ചെയ്യുന്നതിൽ എനിക്ക് ലജ്ജ തോന്നണം. സിംഹം ഈച്ചകളെ വേട്ടയാടില്ല. ഓട്ടോമൻ സാമ്രാജ്യത്തിലെ മഹാനായ സുൽത്താൻ മുറാദ് ഒന്നാമന്റെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഓട്ടോമന്മാർ അനറ്റോളിയയിലെ ഏറ്റവും ശക്തമായ തുർക്കി കുടുംബമായി മാറിയിരുന്നു. ഇതിനോടൊപ്പം സുൽത്താൻ മുറാദ് യൂറോപ്പിൽ ബാൾക്കൻസിൽ കൂടുതൽ വിജയങ്ങൾ നേടിയിരുന്നു. ഞങ്ങൾ ഓട്ടോമൻ സാമ്രാജ്യത്തിലെ സുൽത്താന്റെ ജീവിതത്തിലെ അവസാനത്തെ ഏതാനും വർഷങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. അതിനോടൊപ്പം സുൽത്താൻ മുറാദിന്റെ ജീവിതത്തിലെ അവസാനത്തെ യുദ്ധമായ കൊസോവ യുദ്ധത്തെക്കുറിച്ചും അതിന്റെ അവസാനത്തിൽ സുൽത്താൻ മുറാദ് ഒന്നാമൻ രക്തസാക്ഷിയായതിനെക്കുറിച്ചും ഞങ്ങൾ പറയും. 1387-ൽ അനറ്റോളിയയിലെ കാരാമാൻ ഗോത്രത്തെ പരാജയപ്പെടുത്തിയതിനുശേഷം അനറ്റോളിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തമായ സാമ്രാജ്യമായി ഓട്ടോമൻ സാമ്രാജ്യം മാറിയിരുന്നു. ഇതിന്റെയെല്ലാം ബഹുമതി സുൽത്താൻ മുറാദ് ഒന്നാമനായിരുന്നു. കാരാമൻ ഗോത്രത്തിനെതിരെ വിജയം നേടിയതിനുശേഷം സുൽത്താൻ മുറാദ് ബുർസ നഗരത്തിൽ എത്തിയപ്പോൾ യൂറോപ്പിലെ തന്റെ സെർബിയൻ ഫൂഡൽ പ്രഭുക്കന്മാരുടെ കലാപം നേരിടേണ്ടി വന്നു. അവർ കൊന്യ യുദ്ധത്തിൽ സുൽത്താൻ മുറാദ് ഒന്നാമന്റെ കൂടെ ഉണ്ടായിരുന്നു. 790 ഹിജ്രി 1388 ആകുമ്പോഴേക്കും യൂറോപ്പിലെ പഴയ ത്രേസിന്റെയും ആധുനിക റുമേലിയൻ സാമ്രാജ്യത്തിന്റെയും മിക്കവാറും എല്ലാ പ്രദേശങ്ങളും ഓട്ടോമൻ സാമ്രാജ്യത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിരുന്നു. ഇതിന്റെ പുറമെ മറ്റു ചില പ്രധാനപ്പെട്ട വിജയങ്ങളും നേടിയിരുന്നു. ഈ പ്രദേശങ്ങളിൽ തുർക്കി അറബ് കോളനികൾ സ്ഥാപിക്കപ്പെട്ടു. അവിടുത്തെ ഭൂരിഭാഗം നിവാസികളെയും മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഈ കോളനികൾ ക്രിസ്ത്യാനികളിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കി. ഓരോ വർഷവും 1000 ക്രിസ്ത്യാനി കുട്ടികൾ സൈന്യത്തിന് ആവശ്യപ്പെട്ടത് ഈ അസ്വസ്ഥതയെ പ്രകോപിപ്പിച്ചു. തുർക്കികൾക്കെതിരെയുള്ള ദേഷ്യം ആളിക്കത്തി. ഇതിനാവശ്യമായ തീപ്പൊരി കുഞ്ഞായുദ്ധത്തിനു ശേഷം ലഭിച്ചു. ഈ യുദ്ധത്തിൽ ഓട്ടോമൻ സൈന്യത്തോടൊപ്പം സെർബിയയിലെ 2000 സൈനികരും പങ്കെടുത്തു. ഇത് കഴിഞ്ഞ ഉടമ്പടി പ്രകാരം ആവശ്യപ്പെട്ടതായിരുന്നു. പുറപ്പെടുന്നതിനു മുമ്പ് സുൽത്താൻ മുറാദ് സൈന്യത്തിന് പൊതുപ്രഖ്യാപനം നടത്തിയിരുന്നു. കാരാമാന്റെ അതിർത്തിയിൽ പ്രവേശിച്ചതിനു ശേഷവും രാജ്യത്തെ സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും ഒരു നാശനഷ്ടവും വരുത്തരുത്. ഈ ഉത്തരവ് ലംഘിക്കുന്നവർക്ക് കഠിനമായ ശിക്ഷ നൽകും. എന്നാൽ യൂറോപ്യൻ നിയമങ്ങളനുസരിച്ച് ശത്രുരാജ്യത്തിൽ എല്ലാത്തരം കൊള്ളയും സാധുവാണെന്ന് കരുതിയ സെർബിയൻ സൈനികർ ഈ ഉത്തരവ് അനുസരിക്കാൻ വിസമ്മതിച്ച് വഴിയിൽ ക്രൂരമായ കൊള്ളകൾ ആരംഭിച്ചു. അവരുടെ ഈ പ്രവൃത്തിയിൽ സുൽത്താൻ മുറാദ് ചിലർക്ക് കഠിനമായ ശിക്ഷ നൽകി, ചിലരെ വധിക്കുകയും ചെയ്തു. സുൽത്താൻ മുറാദിന്റെ ഈ പ്രവൃത്തി സൈനിക നിയമപ്രകാരം പൂർണ്ണമായും ശരിയായിരുന്നു. എന്നാൽ ഇത് സെർബിയക്കാർക്ക് വലിയ പ്രകോപനമായി. അതേ വർഷം ഓട്ടോമൻ സൈന്യാധിപൻ തൈമൂർ താഷ് പാഷയുടെ നേതൃത്വത്തിൽ 20,000 പേരടങ്ങുന്ന ഒരു ഓട്ടോമൻ സൈന്യം സെർബിയൻ ചക്രവർത്തി ലാസറിനെതിരെ അതിർത്തിയിലേക്ക് പുറപ്പെട്ടു. ലാസർ അതിനെ നേരിടാൻ 30,000 പേരടങ്ങുന്ന ഒരു സൈന്യത്തെ ശേഖരിച്ചു. ഡാന്യൂബ് നദിയുടെ താഴ്വരയിൽ വച്ച് തുർക്കികളും സെർബിയക്കാരും തമ്മിൽ കടുത്ത യുദ്ധം നടന്നു. അതിൽ തുർക്കികൾക്ക് ദയനീയമായ തോൽവി നേരിടേണ്ടി വന്നു. ഏതാനും തുർക്കി സൈനികർക്ക് മാത്രമേ ജീവനോടെ മടങ്ങിയെത്താൻ സാധിച്ചുള്ളൂ. തുർക്കികളുടെ തോൽവി യൂറോപ്യന്മാരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. ഇപ്പോൾ അവർ ഓട്ടോമന്മാർക്കെതിരെ ഒന്നിക്കാൻ തുടങ്ങി. ഈ സമയം സുൽത്താൻ മുറാദ് ഒന്നാമന് മറ്റൊരു ദുരന്തം നേരിടേണ്ടി വന്നു. സുൽത്താൻ മുറാദിന്റെ വിശ്വസ്തനും മഹാനായ ഓട്ടോമൻ മന്ത്രിയുമായ ജാൻദാർലി ഖലീൽ പാഷ വഫാത്തായി. അതിനാൽ യൂറോപ്യന്മാർക്കെതിരെ യുദ്ധം ചെയ്യുന്നതിനു മുമ്പ് സുൽത്താൻ മുറാദ് ഒന്നാമൻ അഡ്രിയാനോപ്പിൾ നഗരത്തിൽ വച്ച് ജാൻദാർലി ഖലീൽ പാഷയുടെ മകനായ ജാൻദാർലി അലി പാഷയെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിച്ചു. ഈ സമയത്ത് തന്റെ അതിർത്തികൾ സുരക്ഷിതമാക്കാൻ സെർബിയൻ രാജകുമാരൻ ലാസർ ഹംഗറിയിലെ ചക്രവർത്തി സിഗ്മണ്ടുമായി ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കി. അങ്ങനെ ഓട്ടോമന്മാർക്കെതിരെ തുറന്ന യുദ്ധം ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഈ ഉടമ്പടിക്ക് ശേഷം അദ്ദേഹം മറ്റു ക്രിസ്ത്യൻ രാജ്യങ്ങളുമായി സഖ്യമുണ്ടാക്കാൻ തുടങ്ങി. യൂറോപ്യന്മാർ തനിക്കെതിരെ ഒരു സഖ്യം ഉണ്ടാക്കാൻ പോവുകയാണെന്ന് സുൽത്താൻ മുറാദ് ഒന്നാമൻ മനസ്സിലാക്കിയപ്പോൾ 1388-ലെ വസന്തകാലത്ത് അദ്ദേഹം തന്റെ സൈന്യത്തോട് പുറപ്പെടാൻ ഉത്തരവിട്ടു. സുൽത്താൻ മുറാദിന്റെ ഈ ആക്രമണം 2 ഭാഗങ്ങളായിട്ടായിരുന്നു.
ആദ്യമായി സുൽത്താൻ മുറാദ് തന്റെ സാമന്തരാജ്യമായ ബൾഗേറിയയിലെ ഭരണാധികാരി ഇവാൻ സിഷ്മാനെതിരെ തന്റെ സൈന്യത്തെ അയച്ചു. ഇവാൻ സിഷ്മാൻ ലാസറുമായി സഖ്യമുണ്ടാക്കുകയും ഇപ്പോൾ ഓട്ടോമന്മാർക്കെതിരെ വാളെടുക്കുകയും ചെയ്യുമെന്നും കിംവദന്തികളുണ്ടായിരുന്നു. അതേസമയം സുൽത്താൻ മുറാദിന്റെ രണ്ടാമത്തെ വലിയ ആക്രമണം നേരിട്ട് സെർബിയൻ രാജകുമാരൻ ലാസറിനെതിരെയായിരുന്നു. സുൽത്താൻ മുറാദിന്റെ ആദ്യത്തെ സൈന്യത്തിന് ഓട്ടോമൻ മന്ത്രി ജാൻഡാർലി അലി പാഷ ആയിരുന്നു നേതൃത്വം നൽകിയിരുന്നത്. 1388 അവസാനത്തിൽ അദ്ദേഹം തന്റെ ശക്തമായ 30,000 ഓട്ടോമൻ സൈന്യവുമായി സുൽത്താൻ മുറാദിന്റെ ഉത്തരവനുസരിച്ച് ബാൽക്കൻ പർവ്വതനിരകളിലൂടെ അതിവേഗം വടക്കൻ ബൾഗേറിയൻ സമതലങ്ങളിലേക്ക് ഇറങ്ങി. ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹം ബൾഗേറിയയിലെ 3 പ്രധാന നഗരങ്ങൾ ആക്രമിച്ചു കീഴടക്കി. ഓട്ടോമന്മാരുടെ മിന്നൽ ആക്രമണങ്ങളിൽ ബൾഗേറിയൻ ചക്രവർത്തി ഇവാൻ സിഷ്മാൻ ഭയപ്പെട്ടു. അദ്ദേഹം ജീവൻ രക്ഷിക്കാൻ തന്റെ തലസ്ഥാനമായ ടെർണോവോയിൽ നിന്ന് ഓടി നിക്കോപോളിസിന് സമീപമുള്ള ഡാന്യഡ് കോട്ടയിലേക്ക് ഓടിപ്പോയി. അവിടെ അദ്ദേഹം ഓട്ടോമൻ സൈന്യത്തിനെതിരെ യുദ്ധത്തിന് തയ്യാറെടുക്കാൻ തുടങ്ങി. എന്നിരുന്നാലും ഓട്ടോമൻ മന്ത്രി ജാൻഡാർലി അലി പാഷയുടെ മിന്നൽ ആക്രമണങ്ങൾ താങ്ങാനാവാതെ ധാരാളം ബൾഗേറിയൻ സൈനികർ കീഴടങ്ങി. കീഴടങ്ങിയ നഗരങ്ങളിൽ ചെർവൻ, ഷുമൻ, ഒവേജ് എന്നീ പട്ടണങ്ങളും അവയിലെ സൈനികളും ഉൾപ്പെടുന്നു. കിഴക്കൻ ബൾഗേറിയയുടെ വലിയൊരു ഭാഗം കീഴടക്കിയ ശേഷം അലിപാഷയുടെ സൈന്യം പടിഞ്ഞാറെ മുന്നേറി നിക്കോപോളിസ് കോട്ട ഉപരോധിച്ചു. ഇവാൻ സിഷ്മാൻ തന്റെ ബാക്കിയുള്ള സൈന്യവുമായി അവിടെ ഓട്ടോമൻ സൈന്യത്തിനെതിരെ പ്രതിരോധം തീർക്കാൻ തുടങ്ങി. എന്നിരുന്നാലും ഇവിടെ ഉപരോധം കൂടുതൽ കാലം നീണ്ടുനിന്നപ്പോൾ അലിപാഷയ്ക്ക് മനസ്സിലായി തന്റെ ചെറിയ സൈന്യവുമായി നിക്കോപോളിസ് കീഴടക്കാൻ സാധിക്കില്ലെന്ന്. അതിനാൽ കൂടുതൽ സൈനിക സഹായത്തിനായി അദ്ദേഹം തലസ്ഥാനമായ അഡ്രിയനോപ്പിളിലേക്ക് സുൽത്താൻ മുറാദിന് കത്തെഴുതി. കൂടുതൽ ഓട്ടോമൻ സൈന്യം തന്റെ നേരെ അഡ്രിയനോപ്പിളിൽ നിന്ന് വരാൻ പോകുകയാണെന്ന ബൾഗേറിയൻ ചക്രവർത്തി ഇവാൻ സിഷ്മാൻ മനസ്സിലാക്കിയപ്പോൾ തന്റെ പ്രദേശങ്ങൾ സംരക്ഷിക്കാൻ അദ്ദേഹം സുൽത്താൻ മുറാദ് ഒന്നാമനുമായി ചർച്ചകൾക്ക് തയ്യാറായി. അങ്ങനെ ഇരുവരും ഒരു പുതിയ ഉടമ്പടിയിൽ എത്തി. ഈ ഉടമ്പടി പ്രകാരം ഇവാൻ സിഷ്മാൻ പൂർണ്ണമായും ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ സാമന്തരാജ്യമായിരിക്കാൻ സമ്മതിച്ചു. കൂടാതെ ഉടമ്പടി പ്രകാരം 3 പ്രധാന കോട്ടകൾ സുൽത്താൻ മുറാദ് ഒന്നാമന് കൈമാറി. ലാസറിന്റെ സൈനിക സഖ്യത്തിൽ ഞാൻ ചേരില്ലെന്ന് അദ്ദേഹം സുൽത്താൻ മുറാദിന് വാഗ്ദാനം ചെയ്തു. ഈ ആദ്യത്തെ വിജയകരമായ സൈനിക നീക്കത്തിന് ശേഷം സുൽത്താൻ മുറാദ് യൂറോപ്പിൽ തന്റെ സൈന്യത്തെ ഒരുമിച്ചുകൂടാൻ ഉത്തരവിട്ടു. ഇതിനു പുറമെ അദ്ദേഹം അനറ്റോളിയയിലെ തുർക്കി ഗോത്രങ്ങളായ ബനു ജാന്ദാർ, ബനു റമദാൻ, മറ്റു തുർക്കി ഗോത്രങ്ങൾ എന്നിവരോടും സഹായം അഭ്യർത്ഥിച്ചു. താമസിയാതെ ഈ തുർക്കി ഗോത്രങ്ങൾ തങ്ങളുടെ പോരാളികളെ അനറ്റോളിയയിലെ സുൽത്താൻ മുറാദിന്റെ അടുത്തേക്ക് അയച്ചു. 1389 പ്രായമായ തുർക്കി വിജയിയായ സുൽത്താൻ മുറാദ് തന്റെ സൈന്യവുമായി പ്ലോഡീവ് നഗരത്തിൽ പ്രവേശിച്ചു. അനറ്റോളിയയിലെ തന്റെ പുത്രന്മാരായ ബായെസീദിനും യാക്കൂബിനും അദ്ദേഹം കത്തുകളയച്ച് തങ്ങളുടെ സൈന്യവുമായി അനറ്റോളിയയിൽ തന്റെ സൈന്യത്തിൽ ചേരാൻ ആവശ്യപ്പെട്ടു. അതേ വർഷം, അതായത് 1389 വസന്തകാലത്ത് ഏകദേശം 40,000 പേരുള്ള ഓട്ടോമൻ സൈന്യം പ്ലോഡീവ് നഗരത്തിൽ ഒരുമിച്ചുകൂടി. ഈ സമയത്ത് സർബിയൻ രാജകുമാരൻ ലാസർ ഉറങ്ങിക്കിടക്കുകയായിരുന്നില്ല. ഓട്ടോമന്മാർക്കെതിരെ അദ്ദേഹം തന്റെ യുദ്ധ ഒരുക്കങ്ങൾ വേഗത്തിലാക്കി. ഈ ക്രിസ്ത്യൻ സൈന്യത്തിൽ ബോസ്നിയയിലെ, ഹംഗറിയിലെ, അൽബേനിയയിലെ, വല്ലാച്ചിയയിലെ കൂടാതെ നൈറ്റ്സ് ഹോസ്പിറ്റലറുടെ ഒരു ചെറിയ സംഘവും ഉൾപ്പെട്ടിരുന്നു. ജൂൺ മാസത്തിലെ ആദ്യ ആഴ്ചയിൽ ലാസറിന്റെ കീഴിലുള്ള ക്രിസ്ത്യൻ സഖ്യസേന ഓട്ടോമന്മാരെ യൂറോപ്പിൽ നിന്ന് പുറത്താക്കാൻ തെക്കോട്ട് മുന്നേറാൻ തുടങ്ങി. 1389 ജൂൺ 15 കൊസോവോ മൈതാനത്തുവെച്ച് ലാസറിന്റെയും ഓട്ടോമൻ സുൽത്താൻ മുറാദ് ഒന്നാമന്റെയും സൈന്യം നേർക്കുനേർ ഏറ്റുമുട്ടി. രാത്രിയിൽ സുൽത്താൻ മുറാദ് തന്റെ യുദ്ധസമിതിയെ ഒരുമിച്ചുകൂട്ടി. അദ്ദേഹം ജാൻഡാർലി അലി പാഷ, ഷെഹ്സാദെ ബായെസീദ്, പരിചയസമ്പന്നരായ ഓട്ടോമൻ സൈന്യാധിപന്മാരായ തൈമൂർ താഷ് പാഷ, ഘാസി ഇവ്രെനോസ് ബേ എന്നിവരുമായി ചേർന്ന് യുദ്ധപദ്ധതി തയ്യാറാക്കി. അതേ രാത്രി സുൽത്താൻ മുറാദ് തന്റെ നാഥനോട് പോരാളികളുടെ വിജയത്തിനായി പ്രാർത്ഥിച്ചു. ഈ സമയത്ത് സുൽത്താൻ മുറാദിന് 70 വയസ്സായിരുന്നിട്ടും ശത്രുവിനെ പരാജയപ്പെടുത്താൻ അദ്ദേഹം സൈന്യത്തോടൊപ്പം മൈതാനത്തുണ്ടായിരുന്നു. യുദ്ധക്കളത്തിൽ ഓട്ടോമൻ സൈന്യത്തിനു മുന്നിൽ 1000 വില്ലാളികളുടെ ഒരു സംഘം ഇരു സൈന്യങ്ങൾക്കുമിടയിൽ പ്രതിരോധ നിരയിലായിരുന്നു. അവരുടെ പിന്നിൽ ഓട്ടോമന്മാരുടെ കാലാൾപ്പടയുണ്ടായിരുന്നു. അവർ പ്രധാനമായും അനട്ടോളിയയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ടവരായിരുന്നു. അവരുടെ പിന്നിൽ കൂടുതൽ ഓട്ടോമൻ കുതിരപ്പടയുണ്ടായിരുന്നു. അത് കൂടുതലും അക്കിഞ്ചീസി, അസാധാരണമായ തുർക്കി ലൈറ്റ് കാലാൽപ്പടയായിരുന്നു.
ഓട്ടോമൻ സൈന്യത്തിന്റെ വലതുഭാഗത്ത് ഷേഖ്സാദെ ബായസീദും ഇടതുഭാഗത്ത് ഷേഖ്സാദെ യാക്കൂബും നേതൃത്വം നൽകി. മഹാനായ സുൽത്താൻ മുറാദ് ഒന്നാമൻ തന്നെ ഓട്ടോമൻ മന്ത്രി ജാൻഡാർലി അലി പാഷയോടൊപ്പം ഓട്ടോമൻ കേന്ദ്രത്തിന് നേതൃത്വം നൽകി. അവിടെ ക്രിസ്ത്യൻ സൈന്യത്തിൽ സർബിയയുടെ മുന്നണിയിൽ കുന്തക്കാരും നൈറ്റ്സും അമ്പെയ്ത്ത് കുതിരപ്പടയുമുണ്ടായിരുന്നു. അവരുടെ പിന്നിൽ കാലാൾപ്പടയുണ്ടായിരുന്നു. അവർ ചക്രവർത്തി ലാസറിന്റെ സഖ്യകക്ഷികളുടെ സൈന്യമായിരുന്നു. ലാസർ ഷാ തന്നെ സൈന്യത്തിന്റെ കേന്ദ്രത്തിന് നേതൃത്വം നൽകി. ബോസ്നിയയിലെ ഗ്രാൻഡ് ഡ്യൂക്ക് ലഡ്കോവിച്ചും വുക് ബ്രാങ്കോവിച്ചും യഥാക്രമം സർബിയയുടെ ഇടത് വലതുഭാഗങ്ങൾക്ക് നേതൃത്വം നൽകി. യുദ്ധം ഓട്ടോമന്മാരാണ് ആരംഭിച്ചത്. സുൽത്താൻ മുറാദിന്റെ ഉത്തരവനുസരിച്ച് കുതിരപ്പട മുന്നിൽ നീങ്ങുകയും തങ്ങളുടെ ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങി ശത്രുവിന്റെ സൈന്യത്തെ ആക്രമിക്കുകയും ചെയ്തു. ഈ ആദ്യ ആക്രമണത്തിൽ ഇരുവശത്തും ഒരേപോലെയായിരുന്നു. അങ്ങനെ കുറച്ച് ക്രിസ്ത്യൻ സൈനികരെ കൊന്നതിനുശേഷം ഓട്ടോമാൻ കുതിരപ്പട തങ്ങളുടെ സൈന്യത്തിലേക്ക് മടങ്ങിവന്നു. തുടർന്ന് ലാസർ തന്റെ മുന്നണി സൈന്യത്തെ പൂർണ്ണ ശക്തിയോടെ ഓട്ടോമന്മാരുമായി ഏറ്റുമുട്ടാൻ ഉത്തരവിട്ടു. സർബിയൻ നൈറ്റ് കുതിരപ്പട ഓട്ടോമന്മാർക്ക് നേരെ നീങ്ങിയപ്പോൾ ഓട്ടോമൻ വില്ലാളികൾ പ്രതിരോധ നിരയിൽ നിന്നും ശത്രുവിന് നേരെ അമ്പുകളുടെ മഴ ചൊരിച്ചു. എന്നാൽ ക്രിസ്ത്യനുകളുടെ മുന്നണി സൈന്യം തങ്ങളുടെ പൂർണ്ണ ശക്തിയോടെ ഓട്ടോമൻ വില്ലാളികളെ ആക്രമിച്ച് നിലംപരിച്ചു. ഇത് ഓട്ടോമന്മാർക്ക് ആദ്യത്തെ നഷ്ടമായിരുന്നു. കൊസോവോ യുദ്ധത്തെക്കുറിച്ച് വ്യത്യസ്ത ചരിത്രകാരന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ബോസ്നിയൻകാരനായ ഒരു ക്രിസ്ത്യൻ ചരിത്രകാരന്റെ അഭിപ്രായത്തിൽ യുദ്ധത്തിനിടയിൽ 12 സർബിയൻ നൈറ്റുകളുടെ ഒരു സംഘം സുൽത്താൻ മുറാദിനെ കൊല്ലാൻ ശപഥം ചെയ്തു. തുർക്കികളുമായി പോരാടി അവർ സുൽത്താൻ മുറാദിന്റെ അടുത്തേക്കെത്താൻ കഴിഞ്ഞിട്ട് അവർ സുൽത്താൻ മുറാദിന്റെ സ്വകാര്യ കാവൽക്കാരെ ഇല്ലാതെയാക്കി സുൽത്താനെ ആക്രമിച്ചു. ആ ആക്രമണത്തിൽ സുൽത്താൻ മുറാദ് മരിച്ചു. ഓട്ടോമന്മാരും ഇതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. എന്നാൽ അവർ പറയുന്നത് സുൽത്താന്റെ മരണം യുദ്ധത്തിനിടയിലായിരുന്നില്ല, യുദ്ധം അവസാനിച്ചതിന് ശേഷമായിരുന്നു എന്നാണ്. ചില ചരിത്രകാരന്മാർ പറയുന്നത് കൊസോവോ യുദ്ധം അവസാനിച്ചപ്പോൾ ഒരു സെർബിയൻ അമീറായ മിലോസ് ഓബിലിച്ച് തന്റെ കുതിരയെ ഓട്ടോമൻ സൈന്യത്തിനു നേരെ ഓടിച്ച് ലാസർ ഷായ്ക്ക് നേരെ കലാപം പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് സുൽത്താനോട് ചില പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ സുൽത്താൻ മുറാദിന്റെ അടുത്തു കൊണ്ടുവന്നു. എന്നാൽ കാൽമുട്ടിൽ വീണയുടൻ അദ്ദേഹം പെട്ടെന്നെഴുന്നേറ്റ് സുൽത്താൻ മുറാദിനെ ഒരു കഠാര കൊണ്ട് ആക്രമിച്ചു. ആ ആക്രമണത്തിൽ സുൽത്താൻ മുറാദിന് ഗുരുതരമായി പരുക്കേറ്റു. തന്റെ ലക്ഷ്യം പൂർത്തിയാക്കിയ ശേഷം അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ഓട്ടോമൻ കാവൽക്കാർ അയാളെ കഷണങ്ങളാക്കി. എന്നാൽ സുൽത്താൻ മുറാദിന് ആഴത്തിലുള്ള മുറിവേറ്റിരുന്നു. താൻ അധികനേരം ജീവിച്ചിരിക്കില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. മിലോസിന്റെ സംഭവത്തിനു ശേഷം ഓട്ടോമൻ രാജ്യത്തെ ഒരു പുതിയ നിയമം നിലവിൽ വന്നു. സുൽത്താന്റെ അടുത്ത് ഒരു അപരിചിതനെ കൊണ്ടുവരുമ്പോൾ 2 ആളുകൾ അയാളുടെ കൈകൾ പിടിക്കും. അങ്ങനെ സുൽത്താനെ വഞ്ചനയിലൂടെ ആക്രമിക്കില്ല. സുൽത്താൻ രക്തസാക്ഷി ആകുന്നതിനു മുമ്പ് ഷെഖ്സാദെ യാക്കൂബ് നേതൃത്വം നൽകിയ ഓട്ടോമൻ സൈന്യത്തിന്റെ ഇടതുഭാഗം വുക് ബ്രാങ്കോവിച്ചിന്റെ തുടർച്ചയായ ആക്രമണങ്ങളിൽ വളരെ ദുർബലമായി കാണപ്പെട്ടു. ഓട്ടോമന്മാർ യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോകാൻ പോവുകയായിരുന്നു. ആ സമയത്ത് സുൽത്താൻ മുറാദ് തന്റെ അടുത്തുള്ള ജനീസറി സൈനികരെ ഷെഖ്സാദെ യാക്കൂബിനെ സഹായിക്കാൻ അയച്ചു. അങ്ങനെ സഹായം ലഭിച്ചപ്പോൾ ഷെഖ്സാദെ യാക്കൂബ് അവസാനവും നിർണായകവുമായ ആക്രമണത്തിന് ഉത്തരവിട്ടു. അങ്ങനെ യുദ്ധക്കളം സാവധാനം ഓട്ടോമന്മാരുടെ കൈവശമായി. ഇവിടെ ഷെഖ്സാദെ ബായസീദ് അലറ്റോളിയിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത കുതിരപ്പടയെ മുന്നോട്ട് കൊണ്ടുവന്ന് ശത്രുവിന്റെ സൈന്യവുമായി യുദ്ധം ചെയ്തു. ക്രിസ്ത്യൻ സൈന്യത്തിന്റെ ഇടതുഭാഗം ദുർബലമായി. ഷെഖ്സാദെ ബായസീദിന്റെ മിന്നൽ വേഗത്തിലുള്ള ആക്രമണങ്ങളിൽ ലാസറിന്റെ സൈന്യത്തിന്റെ ഇടതുഭാഗം ദുർബലമായി. അതിന്റെ സൈന്യാധിപൻ തന്റെ സൈന്യത്തോടൊപ്പം യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോയി. അതിനുശേഷം ഷെഖ്സാദെ ബായസീദ് തന്റെ കാലാൽപ്പടയുമായി ലാസറിന്റെ സൈന്യത്തെ ആക്രമിച്ചു. ഓട്ടോമന്മാരുടെ തുടർച്ചയായ ആക്രമണങ്ങളും തങ്ങളുടെ സഖ്യകക്ഷികൾ യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോയതും കാരണം ലാസറിന്റെ സൈന്യത്തിൽ ഭയവും ഭീതിയും പടർന്നു. യുദ്ധക്കളം ഇപ്പോൾ പൂർണ്ണമായും ഓട്ടോമന്മാരുടെ കൈവശമായി. കാരണം ഈ സമയത്ത് ബ്രാങ്കോവിച്ചും തന്റെ സൈന്യവുമായി യുദ്ധക്കളത്തിൽ നിന്ന് പിൻവാങ്ങാൻ തുടങ്ങിയിരുന്നു. തന്റെ സഖ്യകക്ഷിയായ ലാസറിനെ തുർക്കികളുടെ കരുണിക്ക് വിട്ടുകൊണ്ട് അയാൾ യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോയി. അതേസമയം ഷെഖ്സാദെ യാക്കൂബ് ബ്രാങ്കോവിച്ചിനെ പിന്തുടരുന്നത് തുടർന്നു. വുക് ബ്രാങ്കോവിച്ച് യുദ്ധക്കളത്തിൽ നിന്ന് പിൻവാങ്ങിയതിനു ശേഷം സെർബിയൻ സിംഹാസനത്തിനു വേണ്ടി സുൽത്താൻ മുറാദുമായി രഹസ്യമായി ചർച്ചകൾ നടത്തിയിരുന്നുവെന്നും ചില ചരിത്രപരമായ രേഖകൾ പറയുന്നുണ്ട്. എന്തുതന്നെയായാലും ലാസർ ഇപ്പോൾ ഓട്ടോമന്മാരുടെ കരുണയിലായിരുന്നു. ഓട്ടോമൻ തുർക്കികൾ ലാസറിന്റെ സൈന്യത്തിന്മേൽ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ഈ യുദ്ധത്തിൽ 100 കണക്കിന് സെർബിയൻ പോരാളികൾ കൊല്ലപ്പെട്ടു. അവരിൽ ഭൂരിഭാഗവും ഓടിപ്പോകാൻ ശ്രമിച്ചുവെങ്കിലും ലാസറിനെ അറസ്റ്റ് ചെയ്തു.
അങ്ങനെ വർഷങ്ങളായി ബാൽക്കൻസിൽ ഓട്ടോമന്മാർക്ക് തലവേദനയായിരുന്ന ലാസറിനെ പിടികൂടി സുൽത്താൻ മുറാദിന്റെ മുന്നിൽ കൊണ്ടുവന്നു. സുൽത്താൻ മുറാദ് ലാസറിനെ വധിക്കാൻ ഉത്തരവിട്ടു. അങ്ങനെ ബാൽക്കൻസിൽ ഈ മഹത്തായ വിജയത്തിന്റെ ബഹുമതി സുൽത്താൻ മുറാദ് ഖാൻ ഒന്നാമനാണ്. എന്നാൽ ഈ വിജയത്തിനു വേണ്ടി സുൽത്താൻ മുറാദിന് തന്റെ ജീവൻ നൽകേണ്ടി വന്നു. ഓട്ടോമൻ സാമ്രാജ്യം സ്ഥാപിതമായതിനു ശേഷം നടന്ന ഏറ്റവും വലുതും രക്തരൂക്ഷിതവുമായ യുദ്ധമായിരുന്നു കൊസോവോ യുദ്ധം. ഈ യുദ്ധത്തിൽ സുൽത്താൻ മുറാദിന്റെ രക്തസാക്ഷിത്വം തുർക്കികൾക്ക് വലിയ ആഘാതമായിരുന്നു. സുൽത്താൻ മുറാദിന്റെ ഭരണകാലം ഓട്ടോമൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടങ്ങളിലൊന്നാണ്. സുൽത്താൻ 30 വർഷം ഭരിച്ചു. അതിൽ 24 വർഷവും അദ്ദേഹം യുദ്ധകളത്തിൽ വ്യാപൃതനായിരുന്നു. എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം വിജയിച്ചു. സുൽത്താൻ മുറാദിനു മുമ്പ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബൈസന്റൈൻ സാമ്രാജ്യം മാത്രമായിരുന്നു തുർക്കികളെ എതിർത്തിരുന്നത്. അതിന്റെ സാമ്രാജ്യം തകർച്ചയുടെ അവസാന ഘട്ടത്തിലായിരുന്നു. എന്നാൽ സുൽത്താൻ മുറാദിന്റെ വിജയിച്ച സൈന്യം യൂറോപ്പിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളായ ബൾഗേറിയ, സെർബിയ, ബോസ്നിയ എന്നിവയിലേക്കും വ്യാപിച്ചു. ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ മേൽക്കോയ്മ സ്ഥാപിക്കപ്പെട്ടു. മഹാനായ സുൽത്താൻ മുറാദിന്റെ വിജയങ്ങൾ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ അധികാരപരിധി യൂറോപ്പിലേക്ക് വ്യാപിപ്പിച്ചു. ചില രാജ്യങ്ങളിൽ നിന്ന്, അതായത് സെർബിയ, ബോസ്നിയ എന്നിവിടങ്ങളിൽ നിന്ന് ചെറിയ നികുതി മാത്രം സ്വീകരിച്ചിരുന്നെങ്കിലും ത്രേസ്, മാസഡോണിയ, തെക്കൻ ബൾഗേറിയ എന്നിവിടങ്ങളുടെ രാജ്യങ്ങൾ പൂർണ്ണമായും ഓട്ടോമൻ സാമ്രാജ്യത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഒരു ഇംഗ്ലീഷ് ചരിത്രകാരൻ എഴുതുന്നു, 30 വർഷത്തോളം സുൽത്താൻ മുറാദ് ഓട്ടോമന്മാരെ നയിച്ചു. ഈ കാലഘട്ടത്തിലെ ഒരു ഭരണാധികാരിക്കും അദ്ദേഹത്തെ മറികടക്കാൻ കഴിഞ്ഞില്ല. കാരണം മുറാദിനെക്കുറിച്ച് മുഹമ്മദ് ഫാത്തിഹിനെയും സുലൈമാൻ അസമിനെയും അപേക്ഷിച്ച് നമ്മുടെ അറിവ് വളരെ കുറവാണ്. ഓട്ടോമൻ കുടുംബത്തിലെ ഏറ്റവും ശ്രദ്ധേയനും വിജയകരവുമായ രാഷ്ട്രീയക്കാരനായിരുന്നു സുൽത്താൻ മുറാദ്. എന്നാൽ അദ്ദേഹത്തിന്റെ ശരിയായ സ്ഥാനം ഒരിക്കലും തിരിച്ചറിയപ്പെട്ടില്ല. അദ്ദേഹം നേരിട്ട ബുദ്ധിമുട്ടുകളെയും അദ്ദേഹം പരിഹരിച്ച പ്രശ്നങ്ങളെയും അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ഫലങ്ങളെയും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അത് ചരിത്രത്തിലെ വളരെ ആശ്ചര്യകരമായ സംഭവങ്ങളിലൊന്നാണ്. സുൽത്താൻ മുറാദിന്റെ ഈ വിജയങ്ങൾ 5 നൂറ്റാണ്ടുകളോളം നിലനിൽക്കേണ്ടിയിരുന്നു. ക്രിസ്ത്യൻ പ്രദേശങ്ങൾ കീഴടക്കി സുൽത്താൻ മുറാദ് ഇസ്ലാമിക ഭരണം സ്ഥാപിച്ചു. എന്നാൽ ക്രിസ്ത്യാനികളെ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് മാറ്റാൻ അദ്ദേഹം ഒരിക്കലും ശ്രമിച്ചില്ല. പകരം അവർക്ക് പൂർണ്ണമായ മതസ്വാതന്ത്ര്യം നൽകി. 787 ഹിജ്റ 3385 ഗ്രീക്ക് പള്ളിയുടെ പാട്രിയാർക്ക് പോപ്പ് അർബൻ ആറാമന് എഴുതിയ ഒരു കത്തിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. സുൽത്താൻ മുറാദ് പള്ളിക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം ആ കത്തിൽ സമ്മതിക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായി 1360നും 1399നും ഇടയിൽ പാട്രിയാർക്കിന്റെ ഓഫീസിൽ ഓട്ടോമന്മാരുടെ കൈകളിലാൽ പള്ളിയിലെ ആളുകൾക്ക് മോശം പെരുമാറ്റമുണ്ടായതായി ഒരു പരാതി പോലും രേഖപ്പെടുത്തിയിട്ടില്ല. കൊസോവോ യുദ്ധത്തിലെ വിജയത്തിനു ശേഷം ഓട്ടോമൻ മന്ത്രി ജാൻദാർലി അലി പാഷയും ഷഹസാദെ ബായസിദും സുൽത്താൻ മുറാദിന്റെ അടുത്തെത്തിയപ്പോൾ സുൽത്താൻ മുറാദിന്റെ അവസാന ശ്വാസം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രധാനമന്ത്രിയുടെ കൂടിയാലോചനയ്ക്ക് ശേഷം ഷഹസാദെ ബായസിദിനെ പുതിയ ഓട്ടോമൻ സുൽത്താനായി തിരഞ്ഞെടുത്തു. സുൽത്താൻ മുറാദും ഷഹസാദെ ബായസിദിനെ അനുസരിക്കാൻ നിർബന്ധിച്ചു. അങ്ങനെ ഷഹസാദെ ബായസിദ് ഓട്ടോമൻ സുൽത്താനായി. അതിനുശേഷം സുൽത്താൻ മുറാദ് ഒന്നാമൻ വഫാത്തായി. ഈ സമയത്ത് സുൽത്താൻ മുറാദ് ഒന്നാമന്റെ ഇളയ മകൻ ഷഹസാദെ യാക്കൂബ് ക്രിസ്ത്യൻ സൈന്യത്തെ പിന്തുടർന്നു പോയിരുന്നു. അദ്ദേഹത്തിന് തന്റെ പിതാവിന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചുള്ള വാർത്ത ലഭിച്ചില്ല. കൂടാതെ താൻ തിരികെ പോകുന്ന ഓട്ടോമൻ സൈന്യത്തിൽ തന്റെ മൂത്ത സഹോദരൻ ബായസിദ് സിംഹാസനത്തിൽ കയറിയെന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഈ സമയത്ത് 1373 ഓട്ടോമൻ ആഭ്യന്തര യുദ്ധത്തിന്റെ കൈപ്പറി അനുഭവമുണ്ടായ ഓട്ടോമൻ പാഷമാർ സുൽത്താൻ മുറാദിന്റെ മകനായ ഷഹസാദെ സാവിജിയുടെ കലാപം കണ്ടിരുന്നു. സിംഹാസനത്തിനു വേണ്ടിയുള്ള ആഭ്യന്തര യുദ്ധം ഒഴിവാക്കാൻ തന്റെ സഹോദരനെ ബലി കഴിക്കണമെന്ന് അവർ സുൽത്താൻ ബായസിദിനെ ഉപദേശിച്ചു. അങ്ങനെ ഷഹസാദെ യാക്കൂബ് ഓട്ടോമൻ സൈന്യത്തിൽ തിരിച്ചെത്തിയപ്പോൾ സുൽത്താൻ ബായസിദിന്റെ ഉത്തരവനുസരിച്ച് നിരപരാധിയായ ഷഹസാദെ യാക്കൂബിനെ കഴുത്ത് ഞെരുക്കി കൊന്നു. അങ്ങനെ ഓട്ടോമൻ സിംഹാസനത്തിനു വേണ്ടിയുള്ള ആദ്യത്തെ വലിയ കൊലപാതകമായിരുന്നു ഷഹസാദെ യാക്കൂബിന്റേത്. ഇതിനുശേഷം ഓട്ടോമൻ കുടുംബത്തിലെ ഏതൊരാൾ സിംഹാസനത്തിൽ കയറിയാലും തന്റെ സഹോദരങ്ങളെ കൊല്ലുന്നത് ഒരു പതിവായി മാറി. പുതിയ സുൽത്താനായ ബായസിദ് യൽദിറം തന്റെ പിതാവിനെയും സഹോദരനെയും ബുർസയിൽ അടക്കം ചെയ്തു. എന്നാൽ അതിനു മുൻപ് തന്റെ തലസ്ഥാനമായ അഡ്രിയാനോപ്പിളിൽ തന്റെ സിംഹാസനം ഉറപ്പിക്കുന്നതിനായി അദ്ദേഹം ചില ദിവസം അവിടെ ചിലവഴിച്ചു. ഇപ്പോൾ ഓട്ടോമൻ തലസ്ഥാനത്തിലെ മന്ത്രിമാരും ഉപദേഷ്ടാക്കളും സുൽത്താൻ ബായസിദ് തന്റെ പിതാവ് മുറാദ് ഒന്നാമന്റെ മരണത്തിന് യൂറോപ്പുകാരുടെ എപ്പോഴാണ് പ്രതികാരം ചെയ്യുകയെന്നാണ് ചർച്ച ചെയ്തത്. ഓട്ടോമൻ ചരിത്രത്തിലെ മഹത്തായ വിജയമായിരുന്നു കൊസോവോ യുദ്ധം. അത് തുർക്കികളെ യൂറോപ്പിൽ ഒരു ശക്തമായ രാജ്യമാക്കി മാറ്റി. കൊസോവോ യുദ്ധത്തിൽ വിജയിച്ചതിനു ശേഷം ഓട്ടോമൻ തുർക്കികൾക്ക് തങ്ങളുടെ മഹാനായ സുൽത്താൻ മുറാദ് ഒന്നാമനെ നഷ്ടപ്പെട്ടിരുന്നു. സുൽത്താൻ മുറാദിന്റെ രക്തസാക്ഷിത്വത്തിനു ശേഷം തുർക്കികൾക്ക് അടുത്ത പിൻഗാമി ഷഹസാദെ ബായസിദും ഷഹസാദെ യാക്കൂബുമായിരുന്നു.
ഷഹസാദെ യാക്കൂബ് വുക്ബ്രാങ്കോവിച്ചിന്റെ സൈനികാംഗത്തെ പിന്തുടർന്നുപോയിരുന്നു. ഈ സമയം സൈന്യത്തിൽ ഷഹസാദെ ബായസിദ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മന്ത്രിമാരുടെയും ഉപദേഷ്ടാക്കളുടെയും കൂടിയാലോചനയ്ക്ക് ശേഷം ഷഹസാദെ ബായസിദിനെ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ സുൽത്താനായി തിരഞ്ഞെടുത്തു. മിന്നൽ വേഗത്തിലുള്ള വിജയങ്ങൾ കാരണം സുൽത്താൻ ബായസിദ് ചരിത്രത്തിൽ ബായസിദ് യൽദരം അഥവാ മിന്നൽ ബായസിദ് എന്നറിയപ്പെട്ടു. ഇൻഷാ അല്ലാ, ഞങ്ങൾ സുൽത്താൻ ബായസിദ് യൽദരം എന്ന 4ാമത്തെ ഓട്ടോമൻ സുൽത്താന്റെ ജീവിതത്തെക്കുറിച്ച് പറയും. അനട്ടോളിയയിലെ മറ്റു തുർക്കി ഗോത്രങ്ങളെ അദ്ദേഹം എങ്ങനെ തന്റെ സാമ്രാജ്യത്തിൽ കൂട്ടിച്ചേർത്തു എന്നും ഞങ്ങൾ ചർച്ച ചെയ്യും. കൊസോവോ യുദ്ധത്തിൽ ഓട്ടോമൻ തുർക്കികൾ മഹത്തായ വിജയം നേടിയിരുന്നു. എന്നാൽ ഈ യുദ്ധത്തിന്റെ അവസാനത്തിൽ സുൽത്താൻ മുറാദിന് മാരകമായ ആക്രമണമേൽക്കുകയും പരിക്കുകൾ കാരണം അദ്ദേഹം രക്തസാക്ഷിയാവുകയും ചെയ്തു. സുൽത്താൻ മുറാദിന്റെ രക്തസാക്ഷിത്വത്തിനു ശേഷം അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ഷഹസാദെ ബായസിദ് 4ാമത്തെ ഓട്ടോമൻ സുൽത്താനായി സിംഹാസനത്തിൽ കയറി. 1360-ൽ സുൽത്താൻ ബായസിദ് യൽദരമിന്റെ പിതാമഹനായ ഒർഹാൻ ഗാസി വഫാത്തായപ്പോൾ ഷഹസാദെ ബായസിദിന്റെ പിതാവ് മുറാദ് സിംഹാസനത്തിൽ കയറി. അതേ വർഷം, അതായത് 1360-ൽ ഒർഹാൻ ഗാസി വഫാത്തായപ്പോൾ അദ്ദേഹത്തിന്റെ പൗത്രനായ ബായസിദ് ബുറുസയിൽ ജനിച്ചു. ഷഹസാദെ ബായസിദിന്റെ വിദ്യാഭ്യാസത്തിന് അദ്ദേഹത്തിന്റെ പിതാവ് മുറാദ് ഒന്നാമൻ പ്രത്യേക ശ്രദ്ധ നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന അധ്യാപകരിൽ കാസിസാദെ റൂമി, കാസി ആസ്കർ ജാന്ദാർലി, കാമാനിയില മൗലാന റുസ്തം തുടങ്ങിയ പണ്ഡിതന്മാർ ഉൾപ്പെടുന്നു. ഷഹസാദെ ബായസിദ് അക്കാലത്തെ പ്രമുഖ സൈന്യാധിപന്മാരിൽ നിന്ന് യുദ്ധവിദ്യാഭ്യാസങ്ങൾ അഭ്യസിച്ചിരുന്നു. സുൽത്താൻ മുറാദ് ഒന്നാമൻ തന്റെ ഈ മൂത്ത മകൻ ഷഹസാദെ ബായസിദിന് പ്രത്യേക പരിശീലനം നൽകിയിരുന്നു. കാരണം യൂറോപ്പ് കീഴടക്കുന്നതിന് അദ്ദേഹത്തിന് ഈ മകനെ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഷഹസാദെ ബായസിദ് ചെറുപ്പം മുതലേ ധീരനായിരുന്നു. അദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ യുദ്ധങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഷഹസാദെ ബായസിദ് മിക്കവാറും എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തു. അദ്ദേഹത്തിന്റെ മിന്നൽ വേഗത്തിലുള്ള ആക്രമണങ്ങൾ ഓട്ടോമൻ സൈന്യത്തിന് പുതിയൊരു ശക്തി നൽകി. തന്റെ രാജകുമാരൻ കൂടെയുള്ളതിനാൽ ഓട്ടോമൻ സൈന്യത്തിന്റെ ആവേശം വർദ്ധിച്ചു. കൊസോവോ യുദ്ധത്തിലും ഷഹസാദെ ബായസിദ് തന്റെ ധീരത പ്രകടിപ്പിച്ചു. ഈ യുദ്ധത്തിൽ ഓട്ടോമന്മാർക്ക് മഹത്തായ വിജയം ലഭിച്ചു. എന്നാൽ ഈ വിജയത്തിന്റെ അവസാനം സുൽത്താൻ മുറാദ് ഒന്നാമന്റെ രക്തസാക്ഷിത്വത്തിലായിരുന്നു. ഈ യുദ്ധം അവസാനിക്കുമ്പോൾ യുദ്ധക്കളത്തിൽ വെച്ച് സുൽത്താൻ മുറാദ് ഒന്നാമൻ രക്തസാക്ഷിയായപ്പോൾ ഓട്ടോമൻ മന്ത്രിമാർ ഷഹസാദെ ബായസിദിനെ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ പുതിയ സുൽത്താനായി തിരഞ്ഞെടുത്തു. അതിനുശേഷം ഷഹസാദെ ബായസിദ് തന്റെ സഹോദരൻ ഷഹസാദെ യാക്കൂബിന്റെ അടുത്തേക്ക് ഒരു ദൂതനെ അയച്ചു. ഈ സമയം കൊസോവോ യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോയ ക്രിസ്ത്യൻ സൈന്യത്തെ പിന്തുടർന്നു പോവുകയായിരുന്നു ഷഹസാദെ യാക്കൂബ്. തിരികെ വരാൻ ഉത്തരവ് ലഭിച്ചപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ തന്റെ സൈനികരുമായി സൈന്യത്തിൽ തിരിച്ചെത്തി. എന്നാൽ തന്റെ പിതാവ് മുറാദ് ഒന്നാമൻ വഫാത്തായി എന്നും താൻ തിരികെ പോകുന്ന സൈന്യത്തിൽ തന്റെ മൂത്ത സഹോദരൻ ബായസിദ് യൽദരം സിംഹാസനത്തിൽ കയറിയെന്നും ഈ രാജകുമാരൻ അറിഞ്ഞിരുന്നില്ല. ഈ നിർഭാഗ്യവാനായ രാജകുമാരൻ കൂടാരത്തിൽ പ്രവേശിച്ചപ്പോൾ തന്റെ മൂത്ത സഹോദരൻ സുൽത്താൻ ബായസിദ് യൽദറമിന്റെ ഉത്തരവനുസരിച്ച് ഈ നിരപരാധിയായ രാജകുമാരനെ കഴുത്തിഞ്ഞെരിച്ചു കൊന്നു. അങ്ങനെ ഓട്ടോമൻ കുടുംബത്തിൽ സിംഹാസനത്തിനു വേണ്ടിയുള്ള ആദ്യത്തെ കൊലപാതകമായിരുന്നു ഇത്. അനറ്റോളിയയിലെ മറ്റു തുർക്കി രാജ്യങ്ങൾക്ക് ഓട്ടോമൻ സുൽത്താൻ മുറാദ് ഒന്നാമന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചപ്പോൾ നിരപരാധിയായ ഷഹസാദെ യാക്കൂബിനെ കഴുത്തുഞെരിച്ചു കൊന്നു എന്നും അവർ കേട്ടു. അവർ പുതിയ ഓട്ടോമൻ സുൽത്താൻ ബായസിദ് യൽദറമിന്റെ നേരെ കലാപം തുടങ്ങി. ഇതിൽ പ്രധാനമായി കാരാമാൻ ഗോത്രം ഈ വാർത്ത ലഭിച്ചപ്പോൾ ഓട്ടോമൻ സാമ്രാജ്യത്തിന് അവർ കൈമാറിയ പ്രദേശങ്ങൾ വാളിന്റെ ബലത്തിൽ ഓട്ടോമനിൽ നിന്നും തിരികെ പിടിച്ചു. കൂടാതെ യാക്കൂബിന്റെ കൊലപാതകത്തെ ഒരായുധമായി ഉപയോഗിച്ച് ഓട്ടോമന്മാർക്കെതിരെ മറ്റു തുർക്കി ഗോത്രങ്ങളെയും അവർ പ്രേരിപ്പിച്ചു. കാരമാൻ ഗോത്രത്തലവൻ അലാവുദ്ദീൻ ഗർമിയാൻ ഗോത്രത്തലവൻ യാക്കൂബ് രണ്ടാമന് സൈനിക സഹായം വാഗ്ദാനം ചെയ്തു. അങ്ങനെ അവരും ഓട്ടോമന്മാർക്കെതിരെ തിരിഞ്ഞു. ഗോത്രത്തലവൻ യാക്കൂബ് രണ്ടാമൻ തന്റെ മകളെ ബായസിദ് യൽദറമിന്റെ വിവാഹത്തിൽ സ്ത്രീധനമായി ഓട്ടോമന്മാർക്ക് നൽകിയ കുതാഹിയത കൂടിച്ചേർത്തു. കാരാമാൻ ഗർമിയാൻ ഗോത്രങ്ങളുടെ കലാപം കണ്ടപ്പോൾ അനട്ടോളിയയിലെ മറ്റൊരു തുർക്കി ഗോത്രമായ കാസി ബഹാവുദ്ദീൻ കലാപം തുടങ്ങി ഓട്ടോമന്മാരിൽ നിന്നും കിർഷഹിർ നഗരം തിരികെ പിടിച്ചു. അങ്ങനെ അനട്ടോളിയ മുഴുവൻ ഓട്ടോമന്മാർക്കെതിരെ ഒന്നിച്ചു. യൂറോപ്പിൽ സുൽത്താൻ ബായസിദ് യൽദിരം അനറ്റോളിയയിലെ തുർക്കി ഭരണാധികാരികളുടെ കലാപത്തെക്കുറിച്ച് വിവരം ലഭിച്ചപ്പോൾ വളരെ ദേഷ്യപ്പെട്ടു. എന്നാൽ അനറ്റോളിയയിലേക്ക് പോകുന്നതിനു മുമ്പ് യൂറോപ്പിൽ സമാധാനം സ്ഥാപിക്കുന്നത് കൂടുതൽ പ്രധാനമാണെന്ന് അദ്ദേഹം കരുതി. അതുകൊണ്ട് കൊസോവോ യുദ്ധത്തിന്റെ അവസാനത്തിൽ
സുൽത്താൻ മുറാദ് ഒന്നാമൻ ലാസറിനെ പിടികൂടിയിരുന്നു. സുൽത്താൻ ബായിസി ദിൽദിറം ലാസറിനെ സിർബിയയുടെ ചക്രവർത്തിയാക്കിയത് ഒരു വ്യവസ്ഥയിലായിരുന്നു. അതായത് അദ്ദേഹം ഓട്ടോമന്മാരോട് വിശ്വസ്തനായിരിക്കണം. ഈ ഉടമ്പടി പ്രകാരം ലാസർ വാർഷിക നികുതിക്ക് പുറമെ 5000 സൈനികരെ സുൽത്താന്റെ സേവനത്തിനായി എപ്പോഴും തയ്യാറാക്കി നിർത്താമെന്ന് വാഗ്ദാനം ചെയ്തു. ഇതിനു പുറമെ അദ്ദേഹം തന്റെ സഹോദരിയെ ഷഹ്സാദെ ഡെസ്പിനായെ ബായസിദിന് വിവാഹം കഴിച്ചു നൽകി. സുൽത്താന്റെ എല്ലാ യുദ്ധങ്ങളിലും തന്റെ സൈന്യവുമായി താൻ നേരിട്ട് പങ്കെടുക്കുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. അങ്ങനെ അവസാനം വരെ അദ്ദേഹം ഈ ഉടമ്പടിയിൽ നിലകൊണ്ടു. നിക്കോപോലിസ് അങ്കാറ യുദ്ധങ്ങളിൽ സ്റ്റീഫൻ സുൽത്താൻ ബായസീദ് എൽദിറിന്റെ കൂടെ നിന്ന് യുദ്ധം ചെയ്തു. സിർബിയയുമായി സമാധാനമുണ്ടാക്കിയ ശേഷം സുൽത്താൻ ബായസീദ് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് നീങ്ങി. ആൻഡ്രോണിക്സിനെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. അദ്ദേഹം ചക്രവർത്തി പാലിയോളോഗിസിനെ ഒരു പുതിയ ഉടമ്പടി ഉണ്ടാക്കാൻ നിർബന്ധിച്ചു. അത് ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ ബാക്കിയുള്ള അന്തസ്സുമില്ലാതാക്കി. ജോണും അദ്ദേഹത്തിന്റെ മകൻ മാനുവലും സിംഹാസനത്തിൽ തന്റെ പിതാവിന്റെ പങ്കാളിയായിരുന്നു. പ്രതിവർഷം 300 സ്വർണ്ണ നാണയങ്ങൾ നികുതിയായി നൽകാനും 12,000 സൈനികരെ എപ്പോഴും ബായസീദിന്റെ സേവനത്തിനായി തയ്യാറാക്കി നിർത്താനും ഉടമ്പടി ഉണ്ടാക്കി. ഏഷ്യൻ പ്രവിശ്യയിലെ ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ കൈവശം ഫിലാഡൽഫിയ എന്നൊരു കോട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സമാധാന ഉടമ്പടിയിൽ അതും ബായസീദിന്റെ പേരിലേക്ക് എഴുതിക്കൊടുത്തു. എന്നാൽ ഈ കോട്ടയിലെ ഗ്രീക്ക് ഉദ്യോഗസ്ഥൻ ചക്രവർത്തിയുടെ ഉത്തരവുണ്ടായിട്ടും കോട്ട ഒഴിഞ്ഞു നൽകാൻ വിസമ്മതിച്ചു. സ്വന്തം സൈന്യത്തെ ഉപയോഗിച്ച് കോട്ട ഒഴിഞ്ഞു നൽകാൻ സുൽത്താൻ ബായസീദ് ചക്രവർത്തിയെ നിർബന്ധിച്ചു. അങ്ങനെ ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ പൂർണ്ണമായ തകർച്ചയുടെ ഈ ദുരന്തപൂർണമായ സംഭവം നടന്നു. ഗ്രീക്ക് സൈനികർ ഫിലാഡൽഫിയ ആക്രമിക്കുകയും അത് കീഴടക്കി ഓട്ടോമൻ സുൽത്താൻ ബായസീദിന് കൈമാറുകയും ചെയ്തു. യൂറോപ്പിലെ കലാപം അവസാനിപ്പിച്ചതിനും പുതിയ ഉടമ്പടിയിൽ ഉണ്ടാക്കിയതിനും ശേഷം അനറ്റോലിയയിലെ തുർക്കി ഭരണാധികാരികളായിരുന്നു അടുത്ത ഊഴം. സുൽത്താൻ മുറാദ് ഒന്നാമന്റെ രക്തസാക്ഷിത്വവും ഷഹ്സാദെ യാക്കൂബിന്റെ മരണവും ഒരു ഒഴികഴിവായി ഉപയോഗിച്ച് ഓട്ടോമന്മാർക്കെവരെ കലാപം നടത്തിയവരായിരുന്നു അവർ. അനറ്റോലിയയിലെ ഈ വിമതരായ ഭരണാധികാരികളെ അടിച്ചമർത്താൻ സുൽത്താൻ ബായസീദ് എൽദിറം 1399 ബുർസ നഗരത്തിൽ നിന്ന് പുറപ്പെട്ടു. ഈ നീക്കത്തിൽ സുൽത്താൻ ബായസീദ് എൽദിറം ഒറ്റക്കരായിരുന്നില്ല. ഓട്ടോമൻ സൈന്യത്തിനു പുറമെ സെർബിയയിലെ ചക്രവർത്തി സ്റ്റീഫൻ, റോമൻ രാജകുമാരൻ മാനുവൽ പാലിയോലോഗേസവിന്റെയും സൈന്യവും കൂടെയുണ്ടായിരുന്നു. 1399 ശൈത്യകാലത്തെ കഠിനമായ തണുപ്പിൽ ഓട്ടോമൻ സൈന്യം ബുർഷ നഗരത്തിൽ നിന്ന് പുറപ്പെട്ടു. സുൽത്താൻ ബായസീദ് എൽദിറമിന്റെ ആദ്യ ലക്ഷ്യം ഗിർമിയൻ ഗോത്രമായിരുന്നു. ഗിർമിയൻ ഗോത്രത്തലവൻ യാക്കൂബ് രണ്ടാമൻ ഓട്ടോമൻ സൈന്യത്തെ നേരിടാൻ തനിക്ക് കഴിയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ സുൽത്താൻ ബായസീദിനോട് മാപ്പഭ്യർത്ഥിച്ചു. എന്നാൽ സുൽത്താൻ ബായസീദ് യാക്കൂബ് രണ്ടാമനെ വെറുതെ വിട്ടില്ല. അയാളെ അറസ്റ്റ് ചെയ്ത് ഒരു കോട്ടയിൽ തടവിലാക്കി. അതിനുശേഷം സുൽത്താൻ ബായസീദ് ഗിർമിയൻ ഗോത്രത്തിന്റെ എല്ലാ പ്രദേശങ്ങളും ആക്രമിച്ച് ഓട്ടോമൻ സാമ്രാജ്യത്തിൽ കൂട്ടിച്ചേർത്തു. ഗിർമിയൻ ഗോത്രത്തെ കീഴടക്കിയതിനുശേഷം സുൽത്താൻ ബായസീദിന്റെ സൈന്യം മറ്റൊരു തുർക്കി ഗോത്രമായ സരൂഹാന്റെ നേരെ മുന്നേറാൻ തുടങ്ങി. അവിടെ എത്തിയപ്പോൾ യുദ്ധം കൂടാതെ തന്നെ ഈ ഗോത്രത്തലവൻ കീഴടങ്ങി. അതിനുശേഷം സുൽത്താൻ ബായസീദ് സരൂഖാൻ ഗോത്രത്തെ ഓട്ടോമൻ സാമ്രാജ്യത്തിൽ കൂട്ടിച്ചേർത്ത ശേഷം സരൂഖാൻ ഗോത്രത്തലവൻ കിസിർ ഷായെ അറസ്റ്റ് ചെയ്ത് ബുർസ നഗരത്തിൽ തടവിലാക്കി. സരൂഖാന്റെ വിജയത്തിനുശേഷം ഓട്ടോമൻ സുൽത്താൻ ബായസീദ് മറ്റൊരു തുർക്കി ഗോത്രമായ ബനു വൈദിനെ ആക്രമിച്ചു. ബനു വൈദിൻ ഗോത്രത്തലവൻ ഇസാബെ സുൽത്താൻ ബായസീദിനോട് മാപ്പഭ്യർത്ഥിച്ചു. സുൽത്താന്റെ മരുമകനായിരിക്കാൻ സന്നദ്ധനായ ബനു വൈദിൻ ഗോത്രത്തലവൻ തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തന്റെ എല്ലാ സ്ഥലങ്ങളും സുൽത്താന് കൈമാറി. ബനുവൈദിൻ ഗോത്രത്തലവൻ തന്റെ ശേഷിക്കുന്ന ജീവിതം ടയർ എന്ന നഗരത്തിൽ ചെലവഴിച്ചു. ബനുവൈദിന് ശേഷം ഇനി ബനു മന്താശയുടെ ഊഴമായിരുന്നു. ഓട്ടോമൻ സൈന്യം സുൽത്താൻ ബായസീദിന്റെ കൂടെ. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള വീഡിയോകൾ തുടർന്നും അപ്ലോഡ് ചെയ്യുന്നതാണ്.